സർക്കസിന്റെ അരങ്ങിൽ ആളുകളെ വല്ലാതെ രസിപ്പിച്ചിരുന്ന രമണി കൂടാരം വിട്ടതിനു ശേഷം ആ പ്രകടനങ്ങളൊന്നും പുറത്തെടുത്തിട്ടില്ല. എന്നേക്കുമായി അടച്ചുവയ്ക്കപ്പെട്ട ഒരു പുസ്തകം പോലെ ആ അഭ്യാസമുറകളും ഇവളുടെ ഉള്ളിൽ തണുത്തിരിക്കുകയാണ്. സർക്കസിൽ രമണിയെ അത്തരം കളികൾ പരിശീലിപ്പിച്ചിരുന്ന മാസ്റ്റർമാർക്ക് മാത്രം തുറക്കുവാൻ കഴിയുന്ന രഹസ്യ പൂട്ടാണ് രമണിയുടെ ആ കലാവിദ്യകൾ. ഒരുപക്ഷേ ഇനി അതാരും തുറന്നെന്നും വരില്ല. നാടൻ പാപ്പാന്മാർക്കൊരിക്കലും അതിന് കഴിയാറുമില്ല. ആനയെ സ്നേഹവാത്സല്യത്തോടെ പരിചരിക്കുന്ന ആനപ്പാപ്പാന്മാരുടെ എണ്ണവും ഇന്ന് കുറഞ്ഞു വരുന്നുണ്ട്. സ്വഭാവദൂഷ്യമുള്ള പാപ്പാന്മാരോട് രമണിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച് മദ്യപന്മാരോട്. അത്തരക്കാരനായ ഒരാൾ കുറച്ചുനാൾ രമണിയുടെ പാപ്പാനായി കഴിഞ്ഞിരുന്നു. പുള്ളിക്കാരൻ മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പുകിലാണ്. അകത്ത് കിടക്കുന്ന വൃത്തികേടുകളെല്ലാം പുറത്തു ചാടും. ഉത്സവപ്പറമ്പിലും അല്ലാതെയുമെല്ലാം കൂടുന്ന ആൾക്കാരുടെ മുന്നിൽ ആനയെ ശിക്ഷിച്ച് വലിയ മിടുക്കനാകാനുള്ള ശ്രമങ്ങളായിരിക്കും പിന്നീട്. വടിക്കമ്പിന് ഒരു തട്ട് പോലും ആവശ്യമില്ലാത്തത്ര ശാന്തയായ രമണിയെയും അയാൾ വെറുതെ വിട്ടില്ല. ഉറക്കെ തെറി പറഞ്ഞും തല്ലിയും പല അവസരങ്ങളിലായി ആ നാടകം അങ്ങനെ തുടർന്നു. സഹി കെടുമ്പോൾ നീളൻ തുമ്പിക്കൈ കൊണ്ട് രമണി ഒന്ന് വിരട്ടും. അതിലപ്പുറമൊന്നും അവൾ പോയിട്ടില്ല. ഒരിക്കൽ ഒരു ഉത്സവം കഴിഞ്ഞ് മടങ്ങുന്ന നേരം ഉത്സവപ്പറമ്പിൽ വെച്ച് പാമ്പായി നിൽക്കുകയാണ് പാപ്പാൻ. ശോഷിച്ച ഉടലിൽ മദ്യം കിടന്ന് തിളച്ചപ്പോൾ ഉള്ളിലെ വൃത്തികെട്ടവൻ തലവൊക്കി. രമണി എല്ലാം സഹിക്കുകയാണ്. വിവരം കെട്ടവന്റെ പ്രകടനങ്ങൾ അതിന് കടക്കുന്നുണ്ടായിരുന്നു. ഇയാളെ കൊണ്ട് തോറ്റല്ലോ ഈശ്വര എന്ന് ഇതിനകം 10-15 തവണയെങ്കിലും രമണി പറഞ്ഞു കഴിഞ്ഞു. അതൊരു ഉച്ച നേരമായിരുന്നു. ഒരു വലിയ പുഴയുടെ തീരത്തെത്തിയിരുന്നു അവർ. യാത്രാക്ഷീണമൊന്ന് മാറ്റുവാൻ ഒരു നല്ല കുളി പാസാക്കണമെന്ന് രമണി ആഗ്രഹിച്ചെങ്കിലും സ്വബോധമില്ലാത്ത പാപ്പാൻ അതിനൊട്ട് അനുവദിച്ചില്ല. രമണിക്ക് നല്ല വിഷമം തോന്നി. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് അയാൾ വെള്ളത്തിലിറങ്ങുവാൻ താല്പര്യം കാണിച്ചു നിന്ന് രമണിയെ അടിക്കുവാനായി കമ്പെടുത്തു. അയാളുടെ കാലുകൾ നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. ഒരു തട്ട് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും രമണി സംയമനം പാലിച്ചു. പിന്നെ പഴയ സർക്കസ് വേദിയിലെ ഒരു നമ്പർ അവസരോചിതമായി പ്രയോഗിച്ചു. പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിക്കയറി വന്നതാണത്. പിന്നെ ഒട്ടും വൈകിയില്ല. അയാൾ അടിക്കുവാനായി ആഞ്ഞു വന്നതും മുൻകാലുകൾ ഉയർത്തിക്കൊണ്ട് ഒരു ഒഴിഞ്ഞു മാറി. കൃത്യമായ ടൈമിംഗ് ഉള്ള ഒരു പരിപാടിയായിരുന്നു അത്. പാപ്പാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത നമ്പർ. അതാ കിടക്കുന്നു അയാൾ തെന്നി മറിഞ്ഞ് പുഴയിലേക്ക്. പഴയ പാപ്പാൻ അപ്പോൾ വീട്ടിലുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷവും തൻ്റെ വീട്ടിലേക്കുള്ള വഴി തെറ്റാതെ കൃത്യമായി കയറി വന്ന രമണിയെ കണ്ട് അയാളുടെ ഉള്ളം കുളിർത്തു. അയാൾ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. രമണി തുമ്പി കുലുക്കി ആനന്ദാശ്രുക്കൾ പൊഴിച്ചു നിന്നു. പഴയ പാപ്പാൻ അവളെ മുറുകെ പുണർന്നു. അവൾ പറയാതെ തന്നെ അയാൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. എന്ത് ചെയ്യാം, സഹിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയും തൽക്കാലമില്ലല്ലോ എന്ന് അയാൾ അവളെ ആശ്വസിപ്പിക്കുകയും വീട്ടിൽ മടക്കിക്കൊണ്ടാക്കുകയും ചെയ്തു. ആനയെ കാണാതായതോടെ ലഹരിയെല്ലാം ഇറങ്ങിയ പാപ്പാൻ ആകെ പരിഭ്രമിച്ച് ഇതിനകം വീട്ടിലെത്തിയിരുന്നു. വളരെ വൈകാതെ സണ്ണി വർഗീസ് ആ പാപ്പാനെ പറഞ്ഞു വിടുകയും ചെയ്തു. ഒരു കാലത്ത് രമണി ഇല്ലാത്ത ഒരു ഉത്സവവും കൂത്താട്ടുകുളത്തും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നില്ല. കുമാരനെല്ലൂർ കാർത്യായനി ക്ഷേത്രം, പെരുമ്പാവൂർ ഇരിങ്ങോൾ ഭഗവതി ക്ഷേത്രം, പെരുവമ്മൂഴി ഭഗവതി ക്ഷേത്രം എന്നിങ്ങനെ ഒട്ടനവധി ക്ഷേത്രങ്ങളിലെ നിറസാന്നിധ്യമാണ് ഇന്നും വരുന്നത്. 8 അടി 4 ഇഞ്ച് പൊക്കമുള്ള ഈ കുടിയാന ഒരു ഉത്സവപ്പറമ്പിലും കുഴപ്പമൊന്നും കാണിച്ചിട്ടില്ല. തിടമ്പേറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവൾക്ക് വല്ലാത്തൊരു ഐശ്വര്യമാണ്. ശിരസ് താണുപോകാതെ എത്ര നേരം വേണമെങ്കിലും രമണിക്ക് നിൽക്കുവാൻ കഴിയും. KC വർഗീസ് സർക്കസ് കമ്പനിയിലെ എല്ലാ വസ്തുക്കളും വിറ്റിട്ടും ഇവളെ വിൽക്കാതെ നിർത്തിയിരുന്നതിൻ്റെ പിന്നിലുള്ള ദീർഘദർശനം ഇന്ന് വെളിപ്പെട്ടിരിക്കുകയാണ്. ഒരു ദേശത്തിൻ്റെ മുഴുവൻ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് രമണി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആ കർമ്മം അതിൻ്റെ ഫലത്തെ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. തിരുമാറാടി മഹാദേവന്റെ മുന്നിൽ നമ്രശിരസ്കയായി നിന്ന രമണി പുതിയ മറ്റൊരു അധ്യായത്തിലേക്ക് കടന്നിരിക്കുന്നു.